അടക്കമുള്ള ജനപ്രതിനിധികൾ ഇതാ ഈ വാഹനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട ആയിഷ റജിയും 11ാം വാർഡിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച നമ്മുടെ കഴിഞ്ഞ മുൻ പ്രസിഡന്റ് നിന്ന വാർഡിലായിരുന്നു മത്സരിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വിജയത്തിൽ എന്താ പറയാനുള്ളത്? ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അഴിമതികളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, അതിന് കിട്ടിയ ഒരു ഫലമാണിത്. അതുപോലെ നാടിനെ നശിപ്പിച്ച് കല്ലറ പഞ്ചായത്തിൻ്റെ ആവശ്യമാണെന്ന് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. മൊത്തം വിറ്റ് നശിപ്പിച്ചു. അല്ല, അതാണ് ഇപ്പോൾ അതിന് കിട്ടിയൊരു പ്രതിഫലമാണിത്. അപ്പോൾ ഈ കല്ലറ പഞ്ചായത്തിൽ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഈ 3ാം വാർഡിൽ പഴയ പ്രസിഡന്റിനെ തോൽപ്പിക്കുക എന്നുള്ളത്. അത് എനിക്ക് നിറവേറ്റാൻ പറ്റിയെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജനങ്ങൾ ശരിക്കും മാറി ചിന്തിച്ചു എന്നുള്ളതല്ലേ ഇതിനകത്തുനിന്നുള്ള ഒരു അർത്ഥം? ഉറപ്പായിട്ടും അങ്ങനെയല്ലേ പിന്നെ ജയിക്കത്തില്ലല്ലോ. അപ്പോൾ അത് ജനങ്ങൾ കുറേ പേരെയൊക്കെ എന്തായാലും കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാണല്ലോ കുറച്ച് വോട്ട് കിട്ടിയത്. ഇനി ഇവിടെ വരാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇപ്പോൾ ആ മനുഷ്യന് കിട്ടിയേക്കുന്നത്. അതുപോലെ നാട്ടുകാർ വെറുത്തു എന്ന് വേണം പറയാൻ. ഓക്കെ, നമുക്ക് ഇപ്പോൾ UDF തന്നെയല്ലേ ഇപ്പോഴും ഭരണം കിട്ടിയേക്കുന്നത്. വീണ്ടും കല്ലറ പഞ്ചായത്ത് വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുമല്ലോ UDF. അപ്പോൾ എന്താ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്? കല്ലറ പഞ്ചായത്തിൽ ഇനി അഴിമതി ഇല്ലാത്തൊരു നല്ല ഭരണം ഞങ്ങൾ UDFൻ്റെ ഇതിൽ കാഴ്ചവെക്കുന്നതാണ്. അതിന് എവിടെയെങ്കിലും എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘം അതിന് സമ്മതിക്കില്ല. നല്ല ഭംഗിയായിട്ട് പഞ്ചായത്ത് ഭരിച്ചു പോകും. അപ്പോൾ ഇതിനകത്ത് ഒരു നിലനിൽക്കുന്ന ഒരു ചോദ്യം നമ്മുടെ പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളതാണ്. വനിതാ സ്ഥാനാർത്ഥിമാരായിരിക്കുമല്ലോ, ഒരു വനിതാ മെമ്പർ ആയിരിക്കും പ്രസിഡന്റ് എന്നുള്ളത്. അപ്പോൾ ഇവരിൽ ആരായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? അതിപ്പോൾ ഞങ്ങൾ പറയാൻ പാടില്ല. ഞങ്ങൾ യോഗം കൂടിയ ശേഷം, അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടിയ ശേഷമേ പറയാൻ പറ്റൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ 4 വനിതയുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ അതായിരിക്കും. അല്ലാണ്ട് ഞങ്ങൾ ഇപ്പോൾ അതിനുണ്ട് ഒരാളെ ഒരു പേര് നിർദ്ദേശിക്കുന്നത് മോശമല്ലേ? ഇപ്പോൾ പറയത്തില്ല. എന്തായാലും നമുക്ക് ഇവരിലേക്കും കൂടെ പോകാം. നമ്മളോടൊപ്പം വിജയിച്ച് ബാക്കി UDFൻ്റെ സ്ഥാനാർത്ഥിമാർ വിജയിച്ച് വന്നേക്കുന്ന ഓരോരുത്തരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ പരിചയപ്പെടാം. പറയാമോ? എൻ്റെ പേര് ഐഷ. ഞാൻ 13ാം വാർഡിൻ്റെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. ഈ ഒരു സമയത്ത് എന്താണ് തോന്നുന്നത്? എന്താണ് പറയാനുള്ളത് ജനങ്ങളോട്? ഗ്രാമത്തിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ വർഷങ്ങളായിട്ട് UDF ആയിരുന്നു അവിടെ വിജയിച്ച് വന്നിരുന്നത്. ഇത്തവണ അത് നടപ്പിലാക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയിച്ചു. എൻ്റെ പേര് അമ്പിളി ബിനീഷ്. ഞാൻ 7ാം വാർഡിൽ നിന്നാണ് ഇപ്പം ജയിച്ചിരിക്കുന്നത്. നിലവിൽ 6ാം വാർഡിൻ്റെ മെമ്പറാണ്. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ 3 UDF അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് ഇരട്ടി 6 ആകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷം. നല്ലൊരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ച വെക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കല്ലറ ജംഗ്ഷൻ ആയിരുന്നു എല്ലാ സ്ഥാനാർത്ഥിമാരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കല്ലറ ജംഗ്ഷൻ ഉൾപ്പെടുന്ന വാർഡ് 9ാം വാർഡിലേക്കാണ് വീണ്ടും തിരിച്ചു വന്നേക്കുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 9ാം വാർഡിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പോൾ UDFന് കിട്ടിയേക്കും. ഇപ്പോൾ എന്താ പറയാനുള്ള ഈ ഒരു സമയത്ത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അതായത് കേരളത്തിൽ UDF വന്നു കഴിഞ്ഞാൽ കല്ലറയ്ക്ക് വികസനത്തിന് നേക്കുമെന്നാണ് പറഞ്ഞാൽ കല്ലറ പഞ്ചായത്ത് വന്നേ നമുക്ക് സാധിക്കില്ല. അതായത് കേരളത്തിൽ UDFൻ്റെ ഭരണം വന്നാൽ നമ്മൾ അതിനുള്ള നടപടി തീർച്ചയായിട്ടും നോക്കും. കല്ലറ മണിയന്തുരത്ത് ഭാഗത്തായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. നമുക്ക് മുമ്പും സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം വീണ്ടും ഒരു തിരിച്ചുവരവ് വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? എൻ്റെ പേര് KN വേണുഗോപാൽ. ഞാനിതിപ്പോൾ 3ാമത് തവണയാണ് പഞ്ചായത്ത് മെമ്പറാകുന്നത്. ഓരോ തവണയും ആദ്യം പഞ്ചായത്ത് മെമ്പറായപ്പോഴത്തേന് എൻ്റെ ഭൂരിപക്ഷം 214 വോട്ടായിരുന്നു. രണ്ടാമത് വന്നപ്പോൾ 258 വോട്ട്. ഇപ്രാവശ്യം കല്ലറ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷമാണ്. 251 വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷമാണ് ജനങ്ങൾ തന്ന് ജനപ്രതിനിധിയാക്കിയിട്ടുള്ളത്. മണിയന്തുരത്തടക്കമുള്ള അവികസിതമായ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖല, അതുപോലെ തന്നെ റോഡ്, പാലം, അത്തരം കാര്യങ്ങൾ, അതുപോലെ മാലിന്യമുക്തമായ ഒരു പ്രദേശം ആക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ കുടിവെള്ളം ഞാൻ 2015 പഞ്ചായത്ത് മെമ്പറായപ്പോൾ ആദ്യമായി മണിയന്തുര തൂതിയേന്ദ്ര പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. കുടിവെള്ളം എത്തിച്ചു. അതിന് ജനങ്ങൾ വലിയ അംഗീകാരം, ഇപ്പോഴും നല്ല സ്നേഹം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അവർ അത് വോട്ടായി എനിക്ക് നൽകിയിട്ടുമുണ്ട്. നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെയല്ലേ വിജയിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മികച്ച ഭൂരിപക്ഷമാണ്. എന്തായാലും നമുക്ക് ഇനിയും നല്ലൊരു പ്രവർത്തനം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ബ്ലോക്കിലേക്ക് വിജയിച്ചിരിക്കുന്ന
ആളാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലവും ബ്ലോക്കിൽ കോൺഗ്രസ് തന്നെയായിരുന്നു, UDF തന്നെയായിരുന്നു വിജയിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും ബ്ലോക്കിലേക്ക് UDF തന്നെ കയറാൻ സാധിച്ചപ്പോൾ എന്താണ് പറയാനുള്ളത്? എൻ്റെ ആദ്യത്തെ ഒരു മത്സരമാണ്. അതിൽ ജനങ്ങളെല്ലാം ഈ 9 വാർഡുകളിൽ മത്സരിച്ച് നല്ലൊരു പിന്തുണ എനിക്ക് എല്ലാ വാർഡിലും കിട്ടിയിട്ടുണ്ട്. ജനങ്ങളുടെ ആ പിന്തുണ നമ്മുടെ കഴിഞ്ഞ തവണത്തെക്കാളൊരു മികച്ച ഭൂരിപക്ഷം കൂടി നമ്മുടെ പാർട്ടിക്കും ഞങ്ങളുടെ ജനങ്ങളിൽ തന്നതുകൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളോടും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് മുണ്ടാറിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. റോഡുകളാണ്, ഒരു ഓട്ടോ പോലും വരുന്ന റോഡുകൾ ഇല്ല. നമ്മളതിന് പഞ്ചായത്തിൽ ഇപ്പം നമ്മുടെ പ്രമീള ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പല പദ്ധതികൾ അവിടെ നടപ്പിലാക്കാനായിട്ട് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോട്. നമ്മളത് നടപ്പിലാക്കും. അതോടൊപ്പം നമ്മുടെ ഇപ്പോൾ ഈ കല്ലറ പഞ്ചായത്ത് മാത്രമല്ല, മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ UDF നല്ലൊരു വിജയം കാണുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളൊരു ഉദാഹരണം തന്നെയല്ലേ? അതെ, UDF ഒരു തരംഗം LDF എതിരെയുള്ളൊരു പ്രതിഷേധമാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏത് മേഖലയിലും ഇപ്പം നമ്മുടെ കേരളത്തെ പിറകോട്ട് നടിക്കാനല്ലാതെ ഒരു ഇഞ്ച് പോലും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് LDF സാധിച്ചിട്ടില്ല. സമരം ചെയ്യാനല്ലാതെ ഈ LDF പുതിയൊരു കാര്യങ്ങൾ നടപ്പിലാക്കാനായുള്ള കഴിവില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ 10 വർഷത്തെ ഭരണം. മുണ്ടാർ ജനത നമുക്ക് വളരെയധികം പിന്തുണയാണ് ഈ കാര്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളത് എന്താണെങ്കിലും ഈ 5 കൊല്ലം നമ്മൾ പരമാവധി ഈ നാടിന് വേണ്ടി ശ്രമിക്കും. നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നിയമസഭാ ഇലക്ഷനും ഇതൊരു പ്രചോദനമാവില്ല. അതായത് ഇനി LDF ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരില്ലേ? നിയമസഭ തീർച്ചയായിട്ടും ഇതിലും നല്ല ഒരു തിരിച്ചടി കൊടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി കല്ലറ പഞ്ചായത്തിൽ നമ്മൾ ജയിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരു ഊർജ്ജം പകർന്നിരിക്കുകയാണ് ഈ ജയം. ഞങ്ങളത് പൂർണ്ണമായി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് നടക്കും. നിങ്ങൾ പ്രിയപ്പെട്ടവരായി കളിക്കുന്നത് അന്ന് പ്രിയപ്പെട്ട വോട്ടർമാർ നൽകുന്ന വൻപിച്ച സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? തികച്ചും നല്ല മത്സരം, കടുപ്പമേറിയ മത്സരം ഉള്ളൊരു പോരാട്ടത്തിനൊടുവിലാണ് ഇങ്ങനെ വിജയം കൈവരിച്ചത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യവും 3 വാർഡ് പിടിച്ചെടുത്ത പോലെ തന്നെ ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ഒരു പിന്നോട്ട് പോകാതെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ്, ഈ വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ വിജയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വിജയമാണിത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ BJPയുടെ കാൻഡിഡേറ്റായിട്ടാണ് മത്സരിച്ചത്. ഇവിടെ LDF ഉണ്ട്, UDF ഉണ്ട്. അപ്പം രാഷ്ട്രീയപരമായിട്ട് UDF ഉം LDF ഉം മതേതരത്വമാണ് വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഞങ്ങൾ മതത്തിനെതിരാണ്, അല്ലെങ്കിൽ എതിരെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ മതം പറയില്ല. ഞങ്ങളെന്താ പറയണത്? ഞങ്ങൾ പറയുന്നത് ജനാധിപത്യമാണ്, അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇതേ അവർ ഈ ഇലക്ഷൻ നേരിട്ട സമയത്ത് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ പരസ്യമായി തന്നെ അവരതെല്ലാം മറന്നിട്ട് മറ്റ് ചില കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് മാത്രമാണ് സംസാരിച്ചു വന്നത്. പക്ഷേ അത് ഈ വാർഡിനെ സംബന്ധിച്ചിട്ട് അവർക്കത് ഒരു കാരണവശാലും, ഈ വാർഡിൽ ഏറ്റവും കൂടുതൽ ഭാഗമാകേണ്ടത് തന്നെയാണ്, പക്ഷേ എന്നാൽ പോലും അതിൽ 1% പോലും അതിലേറ്റില്ല. അത് ജനങ്ങളുടെ വിജയമാണ്. കാരണം ജനം മനസ്സറിഞ്ഞ് വ്യക്തിത്വം ഉള്ളൊരു വ്യക്തിക്ക് അവർ വോട്ട് ചെയ്തു. ഞാൻ കഴിഞ്ഞ തവണ മെമ്പറായിരുന്നു. അതേ വാർഡിൽ നിന്ന് BJP കാൻഡിഡേറ്റ് ജയിക്കുകയും ചെയ്തു. ആ ജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ 5 വർഷം ജനങ്ങളോടൊപ്പമായിരുന്നു. അവിടെ ജനങ്ങളുടെ ഊണിലും ഉറക്കത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 കൊല്ലക്കാലം 24 മണിക്കൂറും 7 ദിവസവും ഊണും ഉറക്കവും ഇല്ലാതെ ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേ തത്വത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ രീതിയിൽ തന്നെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാർഡും കഴിഞ്ഞവനത്തെക്കാളും കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചത്. അതിനെതിരായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷേ വിജയിച്ചില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വികസന പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പരിപൂർണമായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണം തന്നെ വേണം. ഭരണമുണ്ടെങ്കിലേ വികസന പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് എന്നിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകർ, ജനങ്ങൾ, അതുപോലെ കുട്ടികൾ, ഇവരെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഭരണമുണ്ടെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആദർശ പദ്ധതിയൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു.
ഭരണം ഇല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ വാർഡിൻ്റെ വികസനമാണ് ഏറ്റവും ആദ്യം. ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ റോഡ്, കുടിവെള്ളം, അതുപോലെ തന്നെ മറ്റ് പൊതുഗതാഗതത്തിൽ ഭാഗമായി വരുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ കൂടാതെ നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങൾ, അതിനാണല്ലോ ഈ ബാലസഭ, പ്രായമുള്ളവരെ, വയോജനങ്ങൾ, യുവതി യുവാക്കൾക്കായിട്ട് തൊഴിൽമേള, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതെല്ലാം കൃത്യമായിട്ട് നടത്തും. പിന്നെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ടർഫ് ഈ വാർഡിൽ വേണം എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും ഉണ്ടാകും. 5 വർഷത്തിനുള്ളിൽ ദൈവത്തിൻ്റെ സഹായമുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ടർഫ് കൂടി ഇവിടെ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ നമ്മുടെ ശാരദാ വിലാസിനി സ്കൂളുണ്ട്, അതുപോലെ ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഈ 2 കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും, കൂടാതെ തന്നെ MP ഫണ്ടുകൾ, കേന്ദ്രത്തിൽ MP ഫണ്ടുകളുണ്ട്. MP ഫണ്ടുകൾ എത്തിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ സ്വീകരിക്കും. അതോടൊപ്പം നമ്മൾ CSI പള്ളിയുണ്ട്, അവിടേക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്നാൽ കഴിയാവുന്ന എല്ലാം ചെയ്തിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു? മറ്റ് പാർട്ടികളുമായിട്ടുള്ള ഒരു കടുപ്പമേറിയ മത്സരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? മത്സരം കടുത്തതായിരുന്നു. പിന്നെ അതെ, വിജയിച്ചെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ ജനം തിരഞ്ഞെടുക്കുന്നത് വ്യക്തിത്വം നോക്കിയും ഒക്കെയാണ്. പണ്ടൊക്കെ ഒരു പരിധിവരെ ശുദ്ധമായ രാഷ്ട്രീയം നോക്കി തിരഞ്ഞെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. LDF ഇത്ര, UDF ഇത്ര, BJP ഇത്ര, അല്ലെങ്കിൽ ആം ആദ്മി ഇത്ര എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇന്ന് നല്ല സ്ഥാനാർത്ഥികൾ, പൊതുസമൂഹത്തിന് ഗുണകരമായിട്ടുള്ളവർ, അങ്ങനെ നോക്കിയ ജനം തിരഞ്ഞെടുക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നെ ഇത്രയും അമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചതിന് ആദ്യം തന്നെ 14-ാം വാർഡിലെ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ വാർഡ് ഭരിച്ചിരുന്നത് BJP ആയിരുന്നല്ലോ. അപ്പോൾ ഈ തുടർഭരണം കിട്ടിയതിൽ എന്താണ് തോന്നുന്നത്? സന്തോഷമാണോ? കഴിഞ്ഞ 5 വർഷവും അതിന് മുമ്പത്തെ 5 വർഷവും BJP ആണ്. ഈ 5 വർഷവും BJP കിട്ടി. അപ്പം വികസനത്തിൻ്റെ ഇത് നമ്മുടെ വാർഡിന് ഉണ്ട്. വാർഡിന്, വ്യക്തികൾക്ക്, അത് എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ BJP നല്ല പിന്തുണ നൽകുന്നത്. ഭരണങ്ങളിൽ BJPക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത പോയ വികസനം എന്തെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? വികസനം എല്ലാം തന്നെ ഒരുമാതിരി ഉണ്ട്. ഇനിയിപ്പോൾ കാർഷിക മേഖലയാണ്, അതിലുണ്ട്. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ നേരിടുന്ന, ഈ ഭാഗം നേരിടുന്ന ഒരു പ്രശ്നം. അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരണം. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പഞ്ചായത്തിലൊരു മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ മെമ്പറായിട്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ അവസരത്തിൽ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഈ പഞ്ചായത്തിലെ, പ്രത്യേകിച്ച് 6-ാം വാർഡിലെ ജനങ്ങളോട് വളരെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കടമ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 3 പേർക്കായിരുന്നു BJPക്ക് കിട്ടിയിരുന്നത്. ഇപ്രാവശ്യം അത് പിന്നോട്ട് പോകാതെ അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്, നിങ്ങൾ ഇതിൽ കൂടുതൽ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിൽ കൂടുതൽ വിജയം പ്രതീക്ഷിച്ചു പറഞ്ഞാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം സംസ്ഥാനത്തെ മൊത്തത്തിൽ വെച്ച് നോക്കുമ്പം, പ്രത്യേകിച്ച് കല്ലറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് BJPയുടെ ഭരണത്തിൽ, അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ ഒട്ടനവധി ആനുകൂല്യങ്ങൾ സാധാരണ ജനങ്ങൾ കയ്യിലെത്തിയ ഒരു പഞ്ചായത്താണ്. അത് ശരിക്കും ഞങ്ങൾ ജനങ്ങളടുത്ത് പറഞ്ഞെങ്കിൽ പോലും ജനങ്ങൾ അത്രമാത്രം ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷേ അത് ചില ധ്രുവീകരണ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കല്ലറയിൽ നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടായി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതൊരു പരാജയമല്ല. ഞങ്ങൾക്ക് എല്ലാ വാർഡിലും വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം 2 തവണ ഞാൻ ജയിച്ച വാർഡാണെങ്കിൽ പോലും പിന്നീട് വന്ന കോൺഗ്രസിൻ്റെ വാർഡായിരുന്നു. ഈ തവണ അത് BJP തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ ഞാൻ ജയിച്ച വാർഡ് 5-ാം വാർഡാണ്. 5-ാം വാർഡിൽ ആ വാർഡ് മറ്റൊരാൾ വഴി എന്തെങ്കിലും BJPയുടെ ആയിട്ട് നിലനിർത്താൻ പറ്റി. അതിൽ 240 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചിട്ടുള്ളത്. എനിക്കും അത്ര തന്നെ ഭൂരിപക്ഷം കിട്ടിയൊരു വാർഡാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി, അതായത് ഇപ്പോൾ 4-ാം വാർഡിൽ ജയിച്ചുള്ള അരവിന്ദ് ശങ്കർ ജയിച്ച വാർഡ് കഴിഞ്ഞ തവണ 4-ാം വാർഡാണ്, ഇപ്പോൾ അത് 14-ാം വാർഡാണ്. ആ വാർഡ് ഒരു വനിതയാണ് ജയിച്ചത്. നല്ല 52 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ വാർഡും BJP നിലനിർത്താൻ പറ്റി. മറിച്ച് ഞങ്ങൾക്ക് 8 വോട്ടിനാണ് ഞങ്ങളുടെ മുൻ മെമ്പർ ജോയ് കൽപ്പശ്ശേരി പരാജയപ്പെട്ടത്. അത് ശരിക്കും ചില രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി ചില സ്ഥാനാർത്ഥികൾ അവിടെ കൂടുതൽ കടന്നു വരികയും ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്കങ്ങനെ ഒരു പരാജയം. അല്ല, ഒരു പരാജയപ്പെട്ട കാര്യമല്ല. കഴിഞ്ഞ പ്രാവശ്യം ടോസിൽ പോയൊരു വാർഡാണ് 9-ാം വാർഡ്. ആ 9-ാം വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില വാർഡുകളുടെ മാറ്റം, വേറെ വാർഡ് കൂട്ടിച്ചേർക്കലൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും
അതിൻ്റെ ഒരു പരാജയം നമുക്കിവിടെ സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ BJPയെ സംബന്ധിച്ചൊരു പരാജയം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഒറ്റ കക്ഷിയാണ്, ഞങ്ങൾക്ക് വേറെ ഘടകകക്ഷികളൊന്നുമില്ല. ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും പല കക്ഷികൾ കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് ഫലമായി അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ അവരെ ബേസ് ചെയ്യുമ്പം ഈ കല്ലറയിലെ ഏറ്റവും ഒന്നാമത്തെ കക്ഷി BJP തന്നെയാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം. കാരണം ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരേ ചിഹ്നമായിരുന്നു 14 വാർഡിലും സ്ഥാനാർത്ഥികൾ മത്സരിച്ച്, സ്വതന്ത്രന്മാരാരും തന്നെ ഇല്ലായിരുന്നു. അതിൽ മത്സരിച്ചെങ്കിൽ ഞങ്ങൾക്ക് വമ്പിച്ച ഒരു മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. വരും കാലങ്ങളിൽ അത് ശരിക്കും ജനങ്ങളുടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് ഇതിനേക്കാൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും അതുപോലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാനുമുള്ള പരിശ്രമമായി ഞങ്ങൾ 3 പേരും പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുക ഇതുവഴി. ഇപ്പോൾ നിലവിലിപ്പോൾ ഭരണം കിട്ടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? അത് ഞങ്ങൾക്ക് 3 പേർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. ദേശീയ പാർട്ടി നിലയ്ക്ക് സംഘടനാപരമായി ചില തീരുമാനങ്ങൾ സംഘടന എടുക്കേണ്ട കാര്യമാണ്. പാർട്ടിയാണ് അതിൻ്റെ നിലപാട് എടുക്കേണ്ടത്. ഞങ്ങൾ ഇതുവരെയുള്ള ഒരു സാഹചര്യം UDFനെയും LDFനെയും പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. നയപരമായ ഒരു പാർട്ടി ഒരു നയപരമായ തീരുമാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് അതിന് ബന്ധപ്പെട്ട ആളുകൾ സംഘടനാപരമായി തീരുമാനമെടുക്കും. ആ തീരുമാനം ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ആ തരത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു തീരുമാനം എടുക്കാൻ സാധിക്കൂ. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു മെമ്പർമാർക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്താണ് ഈ ഒരു അവസരത്തിൽ എന്താ പറയാനുള്ളത്? ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയാനുള്ള ഒറ്റ കാര്യം എനിക്കുള്ളൂ. വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും എല്ലാവരും ഇനി തുല്യരാണ്. എല്ലാവരും ഒരേപോലെ കാണുന്നു. ഇനി യാതൊരു മാറ്റവും ഒരേപോലെ കാണുന്നത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മൾ 8ാം വാർഡിലേക്ക് LDF തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വാർഡിലുള്ള ആൾക്കാരോട്, ജനങ്ങളോട് എന്താണ് ഒറ്റ വാക്കിൽ, ഒരു 1-2 വാക്കിൽ സംസാരിക്കാൻ പറയുന്നത്? വാർഡിൻ്റെ സമഗ്ര വികസനമാണ് എൻ്റെ ലക്ഷ്യം. അതേ ഉള്ളൂ എനിക്ക്. എല്ലാവരെയും ഒത്തൊരുമയോടെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും നടത്തുക, അത്രേ ഉള്ളൂ. ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ വോട്ടർമാർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു.